ശബരിമലയിലെ ക്ഷേത്രത്തോടും ആചാരങ്ങളോടുമുള്ള വെല്ലുവിളി ചരിത്രത്തിൽ ഇതാദ്യമല്ലെന്ന് പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രം മേൽശാന്തി മധുശാന്തി. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കാണാതായ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ നാമജപ പ്രതിഷേധയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പള്ളുരുത്തി മേഖലയിൽ നടത്തിയ പ്രതിഷേധയാത്രയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി കെ.പി. സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിക്കപ്പെട്ടതിലും ശ്രീകോവിൽ വാതിൽ, ഭഗവാന്റെ യോഗാദണ്ഡ് തുടങ്ങിയവയിൽ തിരുമറി നടത്തിയതിലും ദേവസ്വം ബോർഡിൽ നടക്കുന്ന അഴിമതിയിലും പ്രതിഷേധിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്കിന്റെ നേതൃത്വത്തിൽ നാമജപ പ്രതിഷേധയാത്ര സംഘടിപ്പിച്ചു. പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രം മേൽശാന്തി മധുശാന്തി ഭദ്രദീപം കൊളുത്തി പ്രതിഷേധയാത്ര ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിലെ ക്ഷേത്രത്തോടും ആചാരങ്ങളോടുമുള്ള വെല്ലുവിളി ചരിത്രത്തിൽ ഇതാദ്യമല്ലെന്നും ഹൈന്ദവ സമൂഹം ഒട്ടനവധി അവസരങ്ങളിലായി ഇത് നേരിടുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാശത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതെന്തോ അതാണ് ഹൈന്ദവ സമൂഹത്തിന് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. മറ്റ് സമൂഹങ്ങളെ അപേക്ഷിച്ച് ക്ഷേത്രങ്ങളും ക്ഷേത്ര സ്വത്തുക്കളുമൊക്കെ ഒരു ജനാധിപത്യ സമ്പ്രദായം തുടങ്ങുന്ന അല്ലെങ്കിൽ നടത്തിപ്പോരുന്ന ഒരു രീതി എന്ന നിലയ്ക്ക് മാറി മാറി വരുന്ന സർക്കാരുകളും അതിൻ്റെ കീഴിലുള്ള വ്യവസ്ഥകളുമാണ് അവയൊക്കെ ഭരിക്കുന്നത്. പള്ളുരുത്തി മേഖലയിൽ നടത്തിയ നാമജപ പ്രതിഷേധയാത്രയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി കെ.പി. സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. അഴിമതി നിറഞ്ഞ ഭരണ സംവിധാനവും ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളുടെ ചൈതന്യത്തെ നശിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിലെ ഏറ്റവും അധികം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം ഉണ്ടാകുന്ന ഒരു കാലയളവാണ് ഈ മണ്ഡല മകരമാസ കാലയളവ് എന്ന് പറയുന്നത്. അത് കാലങ്ങളായി കേരളത്തിന് സംഭാവന ചെയ്തതിൻ്റെ സുപ്രധാനമായ സ്ഥാനം ശബരിമല ശ്രീ ധർമ്മശാസ്താവിനാണ്. അയ്യപ്പ ഭഗവാന്റെ ചിത്രം മധുശാന്തി ശ്രീ വിദ്യ അജയ് നായിക്കിന് കൈമാറിക്കൊണ്ടാണ് പ്രതിഷേധയാത്ര ആരംഭിച്ചത്. ശ്രീ ഭവാനീശ്വര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് പള്ളുരുത്തിയിലെ ദേശീയപാതയിലൂടെ കടന്നുപോയ നാമജപ പ്രതിഷേധയാത്ര പള്ളുരുത്തി ശ്രീ അഴകിയകാവ് ഭഗവതി ക്ഷേത്രത്തിൽ സമാപിച്ചു. ഹിന്ദു ഐക്യവേദി താലൂക്ക് അധ്യക്ഷൻ ടി.പി. പത്മനാഭൻ, ഹിന്ദു ഐക്യവേദി താലൂക്ക് ജനറൽ സെക്രട്ടറി പി.പി. മനോജ്, ഖജാൻജി എം.എച്ച്. ഭഗവത് സിംഗ്, സെക്രട്ടറി പി.വി. ജയകുമാർ, ഹിന്ദു ഐക്യവേദി മേഖലാ രക്ഷാധികാരി വി. വിശ്വനാഥൻ, ജനറൽ സെക്രട്ടറി അജയ് നായിക്, മുരുകദാസ്, സി.എസ്. സന്തോഷ്, സെക്രട്ടറിമാരായ ഗോപിദാസ്, ഇ.വി. ഗോവിന്ദൻ, ഗണേഷ് സോമൻ, രാജേഷ് മോഹൻ, വി.വി. സോമൻ, എം.ആർ. സുരേഷ്, കമ്മിറ്റി അംഗങ്ങളായ രാജേശ്വരൻ, മധു വരമ്പത്ത്, സദാനന്ദൻ, മഹിളാ ഐക്യവേദി ജില്ലാ ഉപാധ്യക്ഷ രാഗിണി തുളസിദാസ്, താലൂക്ക് പ്രസിഡന്റ് ഹേമ സാജൻ, മേഖലാ പ്രസിഡന്റ് ശൈല ഗണേഷ് തുടങ്ങിയവർ നാമജപ പ്രതിഷേധയാത്രയ്ക്ക് നേതൃത്വം നൽകി. പള്ളുരുത്തിയിലെ 15ഓളം ക്ഷേത്രങ്ങളിലെ ഭാരവാഹികളും വിവിധ രാഷ്ട്രീയ സാമുദായിക സംഘടനകളെ പ്രതിനിധീകരിച്ച് സംഘടനാ പ്രതിനിധികളും സത്യസായി, അമൃതാനന്ദമായി, വെങ്കിട ചലപതി തുടങ്ങി വിവിധ ഭജന മണ്ഡലികളും നാരായണീയ സമിതിയും നാമജപ പ്രതിഷേധയാത്രയിൽ പങ്കെടുത്തു. നാമജപ പ്രതിഷേധയാത്ര നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ നാമജപങ്ങളാൽ ഭക്തിസാന്ദ്രമായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.